ടെൻഡൻസി നമ്മൾ ഇപ്പം ഒരു വീഡിയോ ഇട്ടായിരുന്നു നമ്മൾ കുറച്ച് മുമ്പേ. അപ്പം നമ്മൾ ആ വീഡിയോ പറയുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നമ്മളൊരു വീഡിയോ ഇടുവന്ന്. അതിൽ ഞാൻ പറഞ്ഞായിരുന്നു ഏത് ഗെയിമാണ് കളിക്കുന്നതെന്ന്. ആ ഗെയിമിൻ്റെ പേര് നിങ്ങൾ അറിഞ്ഞായിരുന്നു. ബെസ്മലെറ്റർ ഇന്തോനേഷ്യ. ഗൈസ് ഇതിൽ നമ്മൾ ഇത് ഇന്നലെ ഞാൻ എടുത്ത് കുറച്ച് കളിച്ച് ഞാൻ നല്ലോണം അത്യാവശ്യം നല്ലോണം കളിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലോണം കളിച്ചതിൻ്റെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ. നോട്ട് ഗുഡ്. അപ്പം ഗൈസ് നമുക്കിതൊന്ന് ശരിയാക്കണം. ഞാനിത് പണ്ട് കളിച്ചായിരുന്നു. പണ്ട് ഞാനിരുന്ന് കളിച്ച് കുറേ ഇരുന്ന് ഞാൻ കളിച്ച. ഇപ്പം ഞാൻ മറന്നുപോയി ഗൈസ്. അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു റിപ്പയർ ചെയ്യണ്ടേ? അയ്യോ അതെങ്ങനെയായിരുന്നു ഗൈസ്? ഇതൊക്കെ റിപ്പയർ ചെയ്ത് ഞാൻ മറന്നു പോയല്ല. സെറ്റിങ്സിൽ കയറിയാണോ? അല്ലല്ലോ, ഇത് അല്ല ഗൈസ്. ഇതെങ്ങനാടേ? എന്ത് വീക്ക്? ലീഡർ ബോർഡ് വീക്ക്ലി. ഗൈസ് ഞാൻ എങ്ങനായിരുന്നു ശരി അങ്ങനെ റിപ്പയർ നോട്ട് ഗുഡ്. പണ്ട് ഞാൻ എപ്പോഴും ശരിയാകുക. നമ്മുടെ ഇപ്പം ഇവനെ നമുക്ക് എടുക്കണമെങ്കിൽ പൈസ കൊടുക്കണം ഗൈസ്. പൈസ കൊടുക്കണം ഗൈസ്. ഇവനെ എടുക്കണം 50. ഇല്ല വേണ്ട. അതെങ്ങനെ സ്കിപ്പ് അടിക്കുന്നേ? വേണ്ട. എന്നാലും മറന്നു പോയൊരു പോക്ക് ഗൈസ്. എന്നാലും ഞാൻ എങ്ങനെയാണെന്ന് ഈ ഫ്രീ മോഡ് അതിലാണോ? അല്ലല്ലോ. ഗ്യാരേജിൽ കയറി അതാണ്ടേ ഗൈസ്. അങ്ങ് മറന്നു പോയായിരുന്നു. അതുകൊണ്ടാണ് ഗൈസ്. നമുക്കിനി ഈ വണ്ടി റിപ്പയർ ചെയ്തിട്ട് കാണാം. ഗൈസ് നമ്മൾ റിപ്പയറൊക്കെ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇതിപ്പം ഞാൻ എന്തൊരു മോഡിഫൈ ചെയ്യാനായിരുന്നു നോക്കുന്നത്. പേ ഫുൾ പ്രൈസ്. നമുക്കിതൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കാം ഗൈസ്. നമ്മൾ മോഡിഫൈ ചെയ്ത് ഗൈസ്. എൻ്റെ മോനെ നീ ബാക്ക് അടിച്ച് എൻ്റെ മോനെ കിട്ടിയില്ല. കിട്ടിയില്ല ഗൈസ്. എന്ത് എൻ്റെ അമ്മ കണ്ണുണ്ടോ ഗൈസ്? ഇനി വേറെ വണ്ടിയൊക്കെ എടുക്കണമെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി. കൊമ്പൻ നമുക്ക് നോക്കാം. ഓക്കെ കളിക്കാം. നമുക്കിനി ലൊക്കേഷൻ കൊടുക്കാം. അതാണ്ട് ഇവിടം തൊട്ട് ഇവിടം വരെ. ഓക്കെ ഗോ. ഇനി നമുക്ക് പോവാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ആഡ് വന്നു. അപ്പം ഞാനതങ്ങ് കളഞ്ഞു. അതുകൊണ്ട് ഇനി നമുക്ക് കളിക്കാം. ഞാൻ ഇങ്ങനെയാണ് സപ്പോർട്ട് കളിക്കാൻ. ഇനി നമുക്ക് പ്രാർത്ഥിച്ചിട്ട് കളിക്കാം. 1 സെക്കൻഡ്. ഓക്കെ എങ്ങനെ ചെന്നിടിക്കല്ലേ ഭർത്താവേ. ഓക്കെ നൈസായിട്ട് വണ്ടി എടുക്കാം. പിന്നെ ഗൈസ് ഈ വീഡിയോയുടെ അടിയിൽ ഫോൺ അടിക്കണോ? എൻ്റെ പൊന്ന് പിള്ളേരുടെയൊക്കെ ഒരു ആഗ്രഹമല്ലേ ഞാൻ അവർക്ക് 1 വേ പറത്താം ഗൈസ്. അത്യാവശ്യം പ്രോ റൈഡറൊക്കെയാണ് ഗൈസ്.
ഇവന്മാരൊക്കെ അത്യാവശ്യം നമ്മളെക്കാളും നല്ലോണം. ഓ അതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യാട്ടാ. പിന്നെ സബ്സ്ക്രൈബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കെ. ബെല്ലൈക്കൺ അങ്ങോട്ട് അടിച്ചൊന്ന് പൊട്ടിച്ചേക്ക്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഗെയിമേഴ്സിനെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒന്നാമത് ഇത്രയും പേരല്ല, എനിക്ക് കുറേ ഗെയിമേഴ്സിനെ അറിയാം, പക്ഷേ ഞാൻ പറയാത്തതാണ്. പിന്നെ വേറൊരു ഗെയിമർ കൂടെ ഉണ്ട്, അതെൻ്റെ ഒരു ഫ്രണ്ടാണ് ഗൈസ്. വോൾക്കാനോ 4444 എന്നാണ് അവൻ്റെ ചാനലിൻ്റെ പേര്. പിന്നെ ഗൈസ് ഞാൻ ഒരു കാര്യം പറയാം. ഈ വീഡിയോ നോയൽ കാണുന്നുണ്ട്. അവൻ്റെ അമ്മ എൻ്റെ ഫസ്റ്റ് ഞാൻ ഒരു ഇൻട്രോ പറയുന്നൊരു വീഡിയോ ഇട്ട ഇൻട്രോ അല്ല, എൻ്റെ ഫസ്റ്റ് ഒരു ഷോർട്സ് ആ വീഡിയോ കണ്ടിട്ട് അവൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ ഭയങ്കര നിഷ്കളങ്കനാണ്. താങ്ക്സ്. കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് കൂടെ ചാനൽ ചെയ്യണം. വയസ്സിന് നമുക്ക് ഡ്രൈവിങ്ങിൽ കോൺസെൻട്രേഷൻ ചെയ്യാം. നമുക്ക് ബോർഡ് നോക്കാം. നമ്മളങ്ങോട്ടാണ്, പാളി മണ്ണൻ അങ്ങോട്ടാണ് നമ്മൾ. മഴയാണ് ഗൈസ്, ഇവിടെയും മഴയാണ്. അതുകൊണ്ട് നമുക്ക് എന്തുവാ എല്ലായിടത്തും മഴയാണ്. ബസ് സിമുലേറ്റർ വരെ മഴ, എന്താ ചെയ്യാ? ചുറ്റിന് നമ്മൾ ആൾക്കാരെ ഒന്നും കേട്ടിട്ടില്ല. സാരമില്ല, ഇങ്ങനെ നമ്മൾ ഒരു ടൂർ പോകുന്നവരാണ്. നമ്മളത് പോവാം. ഒരു സ്ഥലം നമ്മൾ ലൊക്കേഷൻ നമ്മൾ ഇതാക്കിയിട്ടുണ്ട്, പിന്നെ നമുക്ക് എങ്ങോട്ടേലും പോയാൽ പോലും. പണ്ട് ഞാൻ പ്രോയായിരുന്നു, കുറേ ആയിട്ട് കളിക്കുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ. ജസ്റ്റ് ചിന്ന സ്പീഡ് എന്താ ബ്ലോക്ക്? ഈ ബ്ലോക്ക് നമ്മളിങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. അമ്മമാരെന്തെങ്കിലും വണ്ടിയോ ജസ്റ്റ് തട്ടിയാൽ എടുത്തോണ്ട് പോകത്തില്ല. വണ്ടി റിവേഴ്സ് ഗിയർ ഇട്ട് നമുക്ക് ഇതുവഴി ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോകാം, വേറെ വഴിയില്ല. പിന്നെ ഇടിച്ചെങ്കിൽ ബീഫ് പിന്നെ ഇമ്മരിക്കടുത്ത് കാണിക്കുന്നു. എനിക്ക് ദേഷ്യമുണ്ടാ കഴിച്ച് ഞാനിങ്ങനെയാണ് അവരെ ഇടിച്ചിട്ട്. ആരായി കുറേ കണ്ടു ഫോണടിക്കുന്നു. ഓക്കെ, മാപ്പ് ലോഡിങ് ആയിട്ട് നമുക്ക് കാണാം ഗൈസ്. ഗൈസ് മാപ്പൊക്കെ ലോഡായിട്ടുണ്ട്. ഇനി നമുക്ക് യാത്രയിലേക്ക് തുടങ്ങാം. എന്തിനാണ് അവർ
ചുമ്മാ ബില്ലെന്ന് പറഞ്ഞു ഷോ കാണിച്ചതാ. എൻ്റെ കുട്ടൻ ഷോ കാണിച്ചതാ. ഷോ കാണിച്ചിട്ട് കണ്ടല്ലോ. നിങ്ങളൊക്കെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ ഞാൻ ചെയ്യുന്നതാണ് ഗൈസ്. വെടിച്ച് ഇങ്ങനെ ഷോ കാണിച്ചത് നല്ലോണം എൻ്റെ കുട്ടൻ ഷോ കാണിച്ച് നമ്മളെ ഇടിച്ചു പോയി. മുത്തശ്ശിയുടെ 10 രൂപ. ഇന്ന് ഞാൻ ഒരു ഗെയിമറിനെ പറയാൻ പറ്റുമോ? ആ ഗെയിമറിനെ പറയാൻ പറ്റുമോ? ഞാനൊരു യൂട്യൂബർ അല്ല, ഗെയിം തെറാപ്പിസ്റ്റ്. ഞാൻ അവരുടെ വീഡിയോസ് കാണാറുണ്ട്. അതിന് ഞാനിപ്പോൾ ഇച്ചിരി ഹാപ്പി ഇതിലാണ്. ഗെയിം തെറാപ്പിസ്റ്റ് 2 മില്യൺ അടിച്ചു ഗൈസ്. ഞാനവനെ 3 വർഷം മുമ്പ് ഞാൻ അവനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. പ്ലീസ് സബ്സ്ക്രൈബ്. മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ് വരുന്നതാണ്. വെറൈറ്റി ഗെയിംസ് ആയിട്ട് ഞാൻ വരുന്നത്. മൈൻക്രാഫ്റ്റ് മാത്രമല്ല ഗൈസ്, ഞാൻ പിന്നെ എൻ്റെ ഈ ചാനലിൽ ഇങ്ങനെ മൈൻക്രാഫ്റ്റ് വീഡിയോസ് അങ്ങനെ ഇട്ടുന്നുള്ളൂ. വെറൈറ്റി ഗെയിംസ്. നിങ്ങൾ പറയുന്ന ഹൊറർ ഗെയിമാണ് ഞാൻ കളിക്കും. ഗ്രാനി പറയല്ലേ, ഗ്രാനി എന്തോ ബാൻഡായെന്നോ അങ്ങനെ ഫേസായെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നതായിരുന്നു. പക്ഷെ ഞാൻ ഗ്രാനി കളിക്കുമായിരുന്നു. കളിക്കുമായിരുന്നു. എന്തോ ഗ്രാനി 3 ആണെന്ന് പറയുന്നതായിരുന്നു. ബട്ട് എനിക്കൊരു പേടി. ഫ്രീ ഫയറും പബ്ജിയൊന്നും ഞാൻ കളിക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം കമൻറ്റ് വേണം. വേറെ ഫ്രീ ഫയർ പബ്ജി ഇനി വേറെ ഏത് ഗെയിമുകളും നിങ്ങൾ കമൻറ്റ് ഇട്ടു. നമ്മളെന്തായാലും കളിക്കുന്നതാണ്. ഫ്രീ ഫയർ ഫാൻസൊക്കെ ഇത് കാണുന്നുണ്ടോ എന്നെ വന്ന് അടിച്ച് കുടിക്കുന്നത്? ശരി, അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ ഏത് ഗെയിമാണ് കമൻറ്റ് ഇട്ടോ, ഞാനത് കളിക്കാം. ഫ്രീ ഫയറും പബ്ജിയും കളിക്കാത്തതിനൊരു സീക്രറ്റ് ഉണ്ട്. എൻ്റെ അമ്മ എന്നെ ഫ്രീ ഫയറും അങ്ങനത്തെ ഗെയിമൊന്നും കളിക്കാൻ സമയത്തില്ല. ഒരു ദിവസം ഞാൻ ഒരു ഹണ്ടിങ്ങിൻ്റെ ഗെയിം ഞാൻ ഇങ്ങനെ അതിൻ്റെ അകത്ത് ഹണ്ട് ചെയ്തു. ഞാൻ വെടി വെച്ചു. ചോദിച്ചെന്തോ ഇത് ഫ്രീ ഫയർ ആണോ കളിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ. എന്നോട് എപ്പോഴും ഇങ്ങനെ ഫ്രീ ഫയറൊന്നും പബ്ജിയും കളിക്കാൻ എൻ്റെ ആൻറ്റിയോ അമ്മയോ അങ്ങനെ ആരും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് പേടിയാണെന്നല്ല, ഇവർ വഴക്ക് പറയുന്നു കളിച്ച്. നിങ്ങൾ വേറെ ഏത് ഗെയിമുകളും കമൻറ്റ് ഇട്ടോ, ഹൊറർ ഗെയിം ഫാൻസ് ഇതിൻ്റെ അകത്ത് കാണുമെന്ന് എനിക്കറിയാം. എന്തുവാ ഹൊറർ വീഡിയോ എന്തുവാ ഗൈസ്, നമുക്കെന്താ ഇതാ വീഡിയോസൊക്കെ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറ, നമുക്ക് റിയാക്ട് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. ഇടിച്ചാനേ ഗൈസ് വളച്ചിലെടുത്ത ആ ബസ്സുകാരൻ എന്നാ കയറിയാണ് ഞാൻ പിടിച്ചു. കാർ പാർക്കിംഗ് ഒക്കെ കളിക്കുന്ന കമന്റ് ഇട്ടോയെ.
നമുക്കൊന്ന് വണ്ടി വാഷ് ചെയ്താലോ. കേട്ട് വണ്ടി ഒക്കെ കഴിഞ്ഞു. കഴിവാൻ നമ്മുടെ വണ്ടികൾ ചെടി ഇല്ല ഗൈസ്. അതായിരിക്കും മിക്കവാറും. വീഡിയോസ് ഒക്കെ റിയാക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഓഫ്കോഴ്സ് നമ്മൾ റിയാക്ട് ചെയ്യും. ഇതെന്തോ കാണിക്കുന്നേ എടുത്തോണ്ട് പോടാ വീട്ടിലേക്ക്. എന്താ കാണിക്കാന്നൊക്കെ ബസ്സെല്ലാം വന്ന് കിടക്കുമ്പോൾ നമ്മൾക്ക് വണ്ടി എടുത്തോണ്ട് വെക്കൂടെ. കൺട്രോൾസ് Shubang Sairboy. ഗൈസ് ഇത് പള്ളിയിൽ പോകുന്നതിൻ്റെ ചെറിയൊരു പള്ളിയിൽ പോകാം. ഗൈസ് മൾട്ടിപ്ലെയർ ഗെയിമൊക്കെ കളിക്കണ കമൻറ്റ് ഇട്ടാൽ മതി. മൾട്ടിപ്ലെയർ ഗെയിം മൾട്ടിപ്ലെയർ കളിക്കാം. അത് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യണം. അത് കമൻറ്റ് ഇട്ടാൽ മതി. മൾട്ടിപ്ലെയർ കളിക്കാം, വിഷയമൊന്നും ഇല്ല. എന്നാലും കളിക്കാം. sorry ഇനി അവരൊരു മണിക്കൂർ അങ്ങനെ കിടക്കും. ശ്രദ്ധിച്ചാ നമ്മളിവിടെ ഒരു മോഡിഫൈ ചെയ്തല്ലേ. ബാക്ക് അടിച്ച് സേവ് ആൻഡ് ക്വിറ്റ് അടിച്ച് സേവ് ആൻഡ് എക്സിറ്റ് ചെയ്യോ. മൈൻക്രാഫ്റ്റിൽ ഇത് കാണുന്നു. ആഡ് ആയിരുന്നു ഗൈസ്. ആഡ് ണ്ട് ഇതിൻ്റെ അകത്ത് നമുക്കിതുണ്ടല്ലോ. ഗൈസ് ഇതെന്തോ നമുക്കതൊന്ന് നോക്കാം. ഒരു മിനിറ്റ്.
ഹലോ, ഇനിയും കാര്യം നമ്മൾ ഈ ബസ് നമ്മൾ മോഡിഫിക്കേഷൻ എല്ലാം ലൈറ്റ് എല്ലാം വെച്ച് മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.